നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള പ്രധാന വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയായി. വോട്ടെടുപ്പ് നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളിൽ. വോട്ടെണ്ണൽ നവംബർ 14-ന്. വോട്ടർ പട്ടിക ശുദ്ധീകരണം എങ്ങനെയെന്ന് ബീഹാർ രാജ്യത്തിന് കാണിച്ചു കൊടുത്തെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ചുമ മരുന്ന് നിരോധിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ. കോൾറിഫ് സിറപ്പ് ഉത്പാദിപ്പിച്ച ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കുട്ടികളുടെ മരണത്തിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് പ്രതിഷേധം. രാജസ്ഥാനിൽ ആശുപത്രിക്ക് തീപിടിച്ച് 8 രോഗികൾക്ക് ദാരുണാന്ത്യം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നേരറിയാൻ ഹൈക്കോടതി. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. നടന്നത് സ്വർണ്ണക്കൊള്ളയെന്ന് ദേവസ്വം വിജിലൻസ് കോടതി. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷുബ്ധമായി നിയമസഭ. ഒരു കള്ളനെയും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി ബാലഗോപാൽ. കോഴിക്കോട് മിശ്ര വിവാഹിതർക്ക് ഭർത്തൃവീട്ടുകാരുടെ പീഡനം. യുവതി മതം മാറുകയോ വിവാഹബന്ധം വേർപ്പെടുത്തുകയോ വേണമെന്ന് ഭീഷണി. പ്രതികാരമായി യുവാവിന്റെ കുടുംബസ്വത്ത് തിരിച്ചുവാങ്ങി സ്വന്തം പേരിലാക്കിയ അമ്മ. മോഷണം ആരോപിച്ച് നൽകിയ പരാതിയിൽ ദമ്പതികൾക്കെതിരെ കേസ്. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ പിരിച്ചുവിടണമെന്ന് കുടുംബം. കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ നിയമ പോരാട്ടം തുടരും. പൊതുജന വികാരം മറികടക്കാൻ സർക്കാർ ബലിയാടുകളെ കണ്ടെത്തുന്നെന്ന് KGMOA. $25 കോടിയുടെ ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ തുറവൂർ സ്വദേശി ശരത് എസ് നായർ. ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കി. തുക എന്ത് ചെയ്യണമെന്ന് കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ശരത്. കൂട്ടിൽ നിന്ന് കാണാതായ സിംഹം തിരിച്ചെത്തി. സംഭവം ചെന്നൈ വണ്ടന്നൂർ മൃഗശാലയിൽ. സിംഹം ആരോഗ്യവാനെന്ന് മൃഗശാല അധികൃതർ. കാസർഗോഡ് കുമ്പള സ്കൂളിൽ അധ്യാപകർ തടഞ്ഞ മൈം അതേ വേദിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് സദസ്സിന്റെ പിന്തുണ. പ്രതിഷേധവുമായി BJP. കനത്ത പോലീസ് സുരക്ഷയിൽ സ്കൂൾ. കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾ ഉടൻ തുടങ്ങും. ബന്ദിമോചന ചർച്ച ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ. ഈ ആഴ്ച തന്നെ ബന്ദി കൈമാറ്റം നടക്കുമെന്ന് പ്രതീക്ഷ. ഹമാസിനോടുള്ള പ്രതികരണത്തിൽ നെതന്യാഹുവിനെ അതൃപ്തി അറിയിച്ച് ട്രംപ്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. നവംബർ 6, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. വോട്ടർ പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ ഇനിയും കമ്മീഷനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. बिहार के चुनाव 2 फेजेस में होंगे. पहले फेज के डेट गैजेट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को. लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज की 17 को होगी, दूसरे की 20 को. स्क्रूटनी 18 और 21. विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर. और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाएगी. ആർ കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു. പ്രത്യേകിച്ച് SIR-ന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാറിലേക്ക് ആകാംക്ഷ ഏറെയായിരുന്നു. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്? എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്?
രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 6, 11 തീയതികളിൽ. നവംബർ 14 ബീഹാറിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. 40 ലോക്സഭാ സീറ്റുകളും 243 നിയമസഭാ സീറ്റുകളുമുള്ള ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തെയൊക്കെ ഏറെക്കാലം നിയന്ത്രിക്കുന്ന, ദേശീയ ശ്രദ്ധയിലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനം കൂടിയാണ്. രാജ്യത്തെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും, അതോടൊപ്പം തന്നെ ബീഹാറിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, അത് JDUവും RJDയും. അങ്ങനെ ഈ 4 പാർട്ടികളാണ് ഏറ്റവും പ്രധാനമായും രണ്ട് മുന്നണികളിലായി നിന്ന് മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് ലാലു പ്രസാദ് യാദവ് മുമ്പ് നയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന RJDയും കോൺഗ്രസും ഒരു സഖ്യത്തിൽ നിൽക്കുമ്പോൾ, മഹാഗഠബന്ധന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മറ്റ് CPM, CPI, ML തുടങ്ങിയ പാർട്ടികളൊക്കെ ആ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മറുഭാഗത്തെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ എന്ന് പറയുന്നത് JDUവും BJPയുമാണ്. ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ 2 പാർട്ടികൾ RJDയും JDUവുമായിരുന്നു. ഈ 2 പാർട്ടികളാണ് ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന പാർട്ടിയും നിതീഷ് കുമാർ നയിക്കുന്ന പാർട്ടിയും. ക്രമേണ 2020 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആ സഖ്യത്തിലെ ഏത് സഖ്യം നിന്നാലും ഒന്നാമത്തെ പാർട്ടിയായി നിന്നത്, അധികാരത്തിലിരുന്നപ്പോഴൊക്കെ ഒന്നാമത്തെ പാർട്ടിയായി നിന്നത് JDU ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ JDU പിന്നിൽ പോവുകയും ആ സഖ്യത്തിലെ BJP ഒന്നാം സ്ഥാനത്തേക്ക് പ്രധാന പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്തു. പലതവണ മുന്നണി മാറിയിട്ടുള്ള നിതീഷ് കുമാർ തന്നെയാണ്, അവിടെ തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നിതീഷ് കുമാർ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം. 2017 നിതീഷ് കുമാർ NDAയിൽ നിന്ന് BJP സഖ്യത്തിലേക്ക് വന്ന് 2020 BJP സഖ്യത്തിലാണ് ആദ്യം മത്സരിക്കുന്നത്. ആ മത്സരത്തിൻ്റെ ചിത്രം കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. 2020 BJP സഖ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി, 2022 അദ്ദേഹം BJP സഖ്യം വിട്ടുപോകുന്നു. മഹാഗഠബന്ധൻ്റെ കൂടെ കോൺഗ്രസിൻ്റെയും RJDയും ഒക്കെ പിന്തുണയോടുകൂടി വീണ്ടും 2022 മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു. 2024 വീണ്ടും അദ്ദേഹം ആ സഖ്യം വിട്ട് വീണ്ടും NDAയിലേക്ക്, BJP സഖ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, കഴിഞ്ഞ 10-12 വർഷത്തെ കണക്കെടുത്താൽ 4 തവണയാണ് JDU നിതീഷ് കുമാർ ഇങ്ങനെ മുന്നണി മാറ്റം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് മുന്നണി മാറുന്ന ആൾ എന്ന തരത്തിലേക്കുള്ള സുശാസൻ ബാബു എന്ന നിലയിൽ നിന്ന്, വികസനത്തിൻ്റെ ആൾ എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തെ മറ്റ് കളിയാക്കുന്ന രീതിയിലേക്ക് പാൽത്തു എന്ന് പറഞ്ഞ് നിരന്തരം മുന്നണി മാറുന്ന ആൾ എന്ന രീതിയിലേക്ക് അടക്കം മാറുകയും ഒക്കെ ചെയ്താണ്. നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി ആ കണക്കുകൾ കൂടി വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ഇത് 2020 കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ്. 125 സീറ്റുകളിൽ NDAയും 110 സീറ്റുകൾ മഹാഗഠബന്ധനുമാണ്. LJP 7 സീറ്റുകളിലാണ്, അതേഴ്സ് 1 സീറ്റിലും ആണ് വരുന്നത്. LJP രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമാണ്. NDAയ്ക്കൊപ്പം നിൽക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 4 പ്രധാനപ്പെട്ട പാർട്ടികളിൽ 3-ാം സ്ഥാനത്തേക്ക് JDU എത്തിപ്പെടാനും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJP നിർണായകമായ പല സ്ഥലങ്ങളിലും മത്സരിക്കുകയും JDUവിൻ്റെ പിന്നാക്ക വോട്ട് ബാങ്കിലേക്ക് വലിയ രീതിയിലൊക്കെ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോഴും അത്രയും സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലേക്കും അത് മാറാനുള്ള സാധ്യത. NDAയുടെ പ്രധാനപ്പെട്ട കക്ഷികളെ കൂടി പരിശോധിക്കാം. NDAയിൽ ഉള്ളത് NDA കക്ഷികളിലേക്ക് മടങ്ങാം. നമുക്ക് മഹാഗഠബന്ധനിൽ 110 സീറ്റുകളാണ് മഹാഗഠബന്ധനുള്ളത്. മഹാഗഠബന്ധനിൽ RJD 75 സീറ്റ്, ഏറ്റവും വലിയ പാർട്ടിയായി നിന്നത്. കഴിഞ്ഞ തവണയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞ പാർട്ടി RJD തന്നെയായിരുന്നു. ഈ 4 പ്രധാനപ്പെട്ട പാർട്ടികളിൽ രണ്ടാമത് ആ മുന്നണിയിൽ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്, 19 സീറ്റ്. CPI-ML 11 സീറ്റ്. അതിനു മുമ്പ് 1 സീറ്റ് ലഭിച്ച സ്ഥാനത്താണ് CPI-ML ലിബറേഷൻ 11 സീറ്റുകളിലേക്ക് ഉയർന്നത്. CPM-ന് 3 സീറ്റുകളും CPI-ക്ക് 2 സീറ്റുകളുമാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇനി നമുക്ക് NDAയിലേക്ക് കടന്നു കഴിഞ്ഞാൽ NDAയുടെ അവസ്ഥ ഇങ്ങനെയാണ്. BJP 74 സീറ്റ്. നമ്മൾ ആലോചിക്കണം, 75 സീറ്റുകളായിരുന്നു RJDക്ക് ഉണ്ടായിരുന്നത്. JDU 43. ഇതിൻ്റെ ഒരു കൗതുകകരമായ വിഷയം, ഈ 43 സീറ്റുള്ള പാർട്ടിയുടെ JDUവിൻ്റെ തലവൻ നിതീഷ് കുമാറാണ് ഈ 5 വർഷവും 2 മുന്നണിക്ക് BJPക്കൊപ്പം നിന്നുകൊണ്ടും, അതോടൊപ്പം ആദ്യം BJPക്കൊപ്പം നിന്നുകൊണ്ട്, പിന്നീട് RJDക്കും കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട്, വീണ്ടും BJPക്കൊപ്പം നിന്നുകൊണ്ട്, അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നത് അദ്ദേഹമാണ്. ഇനി മറ്റൊന്ന്, അതിൻ്റെ തൊട്ട് മുൻ വർഷത്തെ കണക്കുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാജിക് വാളിൽ മുൻ വർഷത്തെ അടക്കം കണക്ക്
കണക്കുകളെല്ലാം വളരെ വ്യക്തമായി തന്നെ അനായാസം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയും ഇതുതന്നെയാണ്. 125 സീറ്റുകളാണ് അന്ന് NDAക്ക് ലഭിച്ചത്. മഹാഗഠബന്ധന് ലഭിച്ചത് 110 സീറ്റുകളാണ്. അന്ന് NDAയുടെ സീറ്റ് കണക്കുകൾ കൂടി, NDA സഖ്യകക്ഷികളുടെ സീറ്റ് കണക്കുകൾ കൂടി നോക്കാം. JDUവിന് 71 സീറ്റ് നമ്മൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചു. 2020 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ബീഹാറിലെ ഒന്നാമത്തെ വലിയ പാർട്ടി, അല്ലെങ്കിൽ നിൽക്കുന്ന മുന്നണിയിലെ ഒന്നാമത്തെ പാർട്ടി എന്ന നിലയ്ക്ക് BJPക്ക് പിന്നിലേക്ക് പോകുന്ന അവസ്ഥ JDUവിനുണ്ടായത്. JDUവിന് 71 സീറ്റും BJPക്ക് 53 സീറ്റുമായിരുന്നു. അതുവരെ അതിനു മുൻ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെ JDUവിനായിരുന്നു അവിടെ മേൽക്കൈ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അവിടെ മഹാഗഠബന്ധന്റെ സീറ്റുകൾ കൂടി പരിശോധിക്കാം. ഇത് 2015 സീറ്റിന്റെ കണക്കാണ്. അന്ന് RJDക്ക് 80 സീറ്റ്. അപ്പോഴും 2015 തെരഞ്ഞെടുപ്പിലും 2020 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ പാർട്ടികളിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ പാർട്ടിയായി നിന്നത് RJD ആണ്, രാഷ്ട്രീയ ജനതാദളാണ്. ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി 80 സീറ്റുകളും കോൺഗ്രസിന് 27 സീറ്റുകളും CPIML 3 സീറ്റ്. ഈ സീറ്റാണ് കഴിഞ്ഞ തവണ 11 സീറ്റുകളായി വർദ്ധിച്ചത്. CPIക്കും CPMനും ആ തവണ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. മുൻ വർഷങ്ങൾ 2005 മുതൽ ഒക്കെ വർഷങ്ങളിലെ കണക്കുകളൊക്കെ നമുക്ക് ഇത് ലഭ്യമാണ്. എന്തായാലും ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് അവിടെ ബീഹാർ കളമൊരുങ്ങിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയും നിതീഷ് കുമാറുമാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണ്. തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നടക്കം അറിയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനാണ് ബീഹാർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കോൾഡ്രിഫ് ചുമമരുന്നിനെതിരെ നടപടിയുമായി കൂടുതൽ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശും സിറപ്പ് നിരോധിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കി. ഈ കമ്പനിക്കെതിരെ ക്രിമിനൽ നടപടികളും സ്വീകരിച്ചു. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. കോൾഡ്രിഫ് ചുമമരുന്ന് കഴിച്ച കുട്ടികളുടെ മരണങ്ങളിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധനയും നടപടികളും ഊർജിതമാക്കി. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനങ്ങളോട് ഇത് സംബന്ധിച്ച പരിശോധനകൾ കർശനമാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. 4 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ ഒഴിവാക്കണമെന്നും 11 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മിതമായ അളവിലും മാത്രമേ മരുന്ന് കുറിക്കാവൂ എന്നും അറിയിപ്പുണ്ട്. ഡോക്ടർമാരോട് മരുന്നുകൾ എഴുതുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോൾഡ്രിഫ് ചുമമരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കി. അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ കൂടി കോൾഡ്രിഫിന്റെ ഉപയോഗം നിരോധിച്ചു. ഇതോടെ വിവാദ സിറപ്പ് നിരോധിച്ച ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 മരുന്ന് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് നായിയും വ്യക്തമാക്കി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മരിച്ച കുട്ടികൾ കഴിച്ച മരുന്നുകളുടെ 10 സാമ്പിളുകളിൽ 9 എണ്ണം ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കോൾഡ്രിഫ് ചുമ സിറപ്പിലാണ് അനുവദനീയമായതിലേറെ ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾ മരിച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് നിഗമനം. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. SMS ആശുപത്രിയിലെ ട്രോമ കെയർ കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിലാണ് രാത്രി 1:30 തീപിടുത്തമുണ്ടായത്. ഇതേസമയം ട്രോമ ICUവിലും സെമി ICUവിലുമായി ആകെ 24 രോഗികൾ ചികിത്സയിലുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിൽ പടർന്ന പുക ശ്വസിച്ചാണ് 8 രോഗികൾ മരിച്ചത്. വൈദ്യുതി തടസ്സമുണ്ടായതോടെ രോഗികൾക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ രോഗികളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. 5 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയലുകൾ, ICU ഉപകരണങ്ങൾ, രക്തസാമ്പിൾ തുടങ്ങി നിരവധി വസ്തുക്കൾ കത്തി നശിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാത്രി തന്നെ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ 6 അംഗ ഉന്നതതല സമിതിയെയും സർക്കാർ രൂപീകരിച്ചു. മെഡിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷണർ ഇക്ബാൽ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുക.
അതേസമയം ദുരന്തത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി. സർക്കാരിനെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയുമാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൃഗശാല അധികൃതരുടെ ഉറക്കം കെടുത്തിയ സിംഹം 2 ദിവസത്തിന് ശേഷം കൂട്ടിൽ തിരിച്ചെത്തി. തമിഴ്നാട് ചെന്നൈ വണ്ടല്ലൂർ മൃഗശാലയിലായിരുന്നു സംഭവം. നടൻ ശിവകാർത്തികേയൻ ദത്തെടുത്ത സിംഹമാണ് 2 ദിവസം മൃഗശാല അധികൃതരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി. സുവി, ഏതാണ്ട് ലേറ്റായി സ്കൂളിലേക്ക് എത്തുന്നത് മാതിരി ധൃതിയിലാണ് സിംഹം തിരിച്ചെത്തുന്നത്. ഈ 2 ദിവസം എവിടെയായിരുന്നു? ഈ മൃഗശാല അധികൃതരുടെ മൊത്തം 2 ദിവസം ആകാംക്ഷയിലും ആകെ പ്രശ്നത്തിലുമായിരുന്നു. ഇത് എവിടെയായിരുന്നു ഇത്രയും സമയം എന്നതൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീജ, തമിഴ്നാട്ടിലെ വാണ്ടല്ലൂർ മൃഗശാലയിലാണ് ഇത്തരത്തിലൊരു അപൂർവമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സിംഹത്തെ സഫാരി പാർക്കിലേക്ക് തുറന്നുവിട്ടത്. ആദ്യമായിട്ടാണ് ഈ സിംഹത്തെ സഫാരി പാർക്കിലേക്ക് തുറന്നുവിടുന്നത്. ഇങ്ങനെ ജനങ്ങൾക്ക് കാണാനായി സഫാരി പാർക്കിലേക്ക് 2 സിംഹത്തെ തുറന്നുവിടാറുണ്ട്. അതിൽ ആദ്യത്തെ സിംഹത്തിന് പ്രായമായതുകൊണ്ടാണ് ഷെഹരിയാർ എന്നു പേരുള്ള ഈ സിംഹത്തെ കൂടെ തുറന്നുവിട്ടത്. എന്നാൽ വൈകിട്ട് ഭക്ഷണ സമയമാകുമ്പോഴേക്കും ഈ സിംഹം തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയായിരുന്നു അധികൃതർക്കുണ്ടായിരുന്നത്. എന്നാൽ അധികൃതരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സിംഹം എത്തിയില്ല. അതിനുശേഷം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് അധികൃതർക്കുണ്ടായത്. അധികൃതർ പലയിടങ്ങളിലായി ഈ സിംഹത്തെ തെരഞ്ഞു. തെർമൽ ഇമേജിംഗ് ക്യാമറകളും മറ്റും ഉപയോഗിച്ചും തെരച്ചിലുകൾ നടത്തി. എന്നാൽ പരിശോധനകൾ നടത്തി. എന്നാൽ ഈ സിംഹത്തെ കണ്ടുകിട്ടിയില്ല. കഴിഞ്ഞ ദിവസം അതിനുശേഷം ഒരു ദിവസം സിംഹത്തെ ദൂരെ നിന്ന് കണ്ടുവെങ്കിലും ആ സ്ഥലത്തു നിന്നും സിംഹം പോവുകയാണ് ഉണ്ടായത്. ഈ സഫാരി പാർക്ക് എന്ന് പറയുന്നത് കുറ്റിച്ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടേക്ക് ജീപ്പുകളിൽ ആളുകളെ, വന്യമൃഗങ്ങളെ കാണാൻ എത്തിക്കാറുണ്ട്. അങ്ങനെ സിംഹത്തെ കാണാൻ എത്തിക്കുന്ന സന്ദർശനം ഉൾപ്പെടെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം കമ്പിവേലി കെട്ടി തിരിച്ചതായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് സിംഹം എത്തില്ല എന്നൊരു പ്രതീക്ഷ അധികൃതർ പങ്കുവച്ചിരുന്നുവെങ്കിലും ആ ഭാഗങ്ങളിലൊക്കെ ആളുകളോട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി, അതായത് അല്പസമയം മുമ്പാണ് ഈ സിംഹം തിരിച്ചെത്തിയത്. ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിന് മുമ്പാണ് തിരിച്ചെത്തിയത്. 2 വർഷം മുമ്പാണ് ഈ സിംഹത്തെ ബംഗളൂരുവിലെ ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനുശേഷം 2 വർഷത്തോളം പരിശീലനത്തിലായിരുന്നു. ആ പരിശീലനം കഴിഞ്ഞ ദിവസമാണ് ഈ സിംഹത്തെ തുറന്നുവിട്ടത്. അല്പസമയം മുമ്പ് ഈ സിംഹം കൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സിംഹത്തിനില്ല എന്നാണ് മൃഗശാല അധികൃതർ അറിയിക്കുന്നത്. ശ്രീജ. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാവും. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പ്രതിനിധിയും ഹമാസ് പ്രതിനിധിയും തമ്മിലാണ് ബന്ദിമോചന ചർച്ചകൾ ഇന്ന് നടക്കുക. അതേസമയം ഹമാസിനോടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ ട്രംപിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരങ്ങൾ. സ്വകാര്യ ഫോൺ സംഭാഷണത്തിനിടെ ഇക്കാര്യത്തിൽ ട്രംപ് ക്ഷുഭിതനാവുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ അസഭ്യം പറഞ്ഞു എന്നുവരെ വിവരങ്ങളുണ്ട്. മിഥുൻ MG വിശദാംശങ്ങളുമായി. മിഥുൻ, ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്, ബന്ദിമോചനം ഈ ആഴ്ച തന്നെ സംഭവിച്ചേക്കാമെന്ന്. മറുവശത്താണ് ട്രംപിന്റെ ഈ തരത്തിലുള്ള പ്രതികരണത്തെക്കുറിച്ചും റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, അല്പസമയത്തിനകം തന്നെ കെയ്റോയിൽ ഇത് സംബന്ധിച്ചുള്ള സമാധാന ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യും. ഇസ്രായേലിന്റെ പ്രതിനിധി റോൺ ഡെർമറും ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതിനിധികളുമുണ്ട്. ഹമാസിനെ പ്രതിനിധീകരിച്ച് ഖലീൽ ഹൽഹയ്യയാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദോഹ ആക്രമണമൊക്കെ ഈ ഖലീൽ ഹൽഹയ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്ത്. അദ്ദേഹം തന്നെ ഈ ഒരു ഹമാസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ആഴ്ച തന്നെ ഈ
ബന്ദി കൈമാറ്റം നടത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മാർക്കോ റൂബിയോ അല്പസമയത്തിന് മുമ്പ് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ഇത് എപ്പോൾ നടത്തണം, ബന്ദി കൈമാറ്റം എവിടെ വെച്ച് നടത്തണം, എങ്ങനെയാണ് നടത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുക. അതിൽ പ്രധാനമായും വരുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. മറ്റൊന്ന്, ആയുധം താഴെ വെച്ചതിന് ശേഷം ഗാസയിൽ നിന്ന് ഇവർ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വകാര്യ സംഭാഷണത്തിൽ ട്രംപിനോട് ഇപ്പോൾ ഹമാസ് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നത് അത് വെറുതെയാണ്, അത്തരത്തിലുള്ള സാഹചര്യം വരില്ല, അങ്ങനെ ഒരു മോചനം ഉണ്ടാകില്ല, ഇങ്ങനെ വെറുതെ ഹമാസിന്റെ നേതാക്കൾ പറയുന്നതാണ് എന്ന് ഈ സ്വകാര്യ ഫോൺ സംഭാഷണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് പറഞ്ഞതാണ്. ട്രംപിനെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് ചില അസഭ്യം ഈ സ്വകാര്യ സംഭാഷണത്തിൽ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെയധികം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ഇന പദ്ധതികൾ, അതിൽ ചില കാര്യങ്ങളിൽ ഹമാസ് നേതാക്കൾ ഇപ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തത്. അക്കാര്യത്തിലുമൊക്കെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് ട്രംപിന്റെ ഭാഗത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചയിലെ ഒരു ഭാവി നിശ്ചയിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ആഴ്ച തന്നെ ആദ്യഘട്ട ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളിൽ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും. പിന്നീട് വെടിനിർത്തൽ അടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അധ്യാപകർ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം അതേ വേദിയിൽ അവതരിപ്പിച്ച് കാസർഗോഡ് കുമ്പള സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പരിപാടി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ അധ്യാപകൻ കർട്ടനിട്ടത് വിവാദമായിരുന്നു. വിദ്യാർത്ഥികൾ വേദിയിലെത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സഹപാഠികളും കൂട്ടുകാരും എതിരേറ്റത്. ബിജെപി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ കുട്ടികൾക്ക് പിന്തുണയുമായി കുമ്പള ജനകീയ വേദിയും സ്കൂളിലേക്ക് എത്തി. വെള്ളിയാഴ്ച പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന മൈം ഷോ ആണ് കുട്ടികൾക്ക് വീണ്ടും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. 12 മണിയോടുകൂടി തന്നെ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതേ വേദിയിൽ കുട്ടികൾ ആ ഒരു മൈം ഷോ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ 10 പേരായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ 7 പേർ മാത്രം വെച്ച് ഇവിടെ ഇപ്പോൾ കൃത്യമായി കലോത്സവ മാനുവൽ പ്രകാരം തന്നെ ആ ഒരു മൈം ഷോ അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു മൈം ഷോ അവതരിപ്പിച്ചപ്പോൾ വലിയ തോതിൽ കുട്ടികളെല്ലാം കരഘോഷം മുഴക്കിയാണ് ഇവരെ വരവേറ്റത്. എന്തായാലും വലിയ തോതിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. PTAയുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ മൈം ഷോ അവതരിപ്പിച്ചത്. നമ്മോടൊപ്പം ആ കുട്ടികൾ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ മൈം ഷോ വീണ്ടും അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എങ്ങനെ കാണുന്നത്? നല്ല സന്തോഷത്തോടെ കാണുന്നു. വളരെ നന്ദിയുണ്ട് വീണ്ടും അവസരം തന്നതിൽ. ഓക്കെ, ഇതിപ്പോൾ എത്ര പേരായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ച കലോത്സവ മാനുവൽ പ്രകാരം തന്നെയാണോ? എല്ലാ അതിൻ്റെതായ റൂൾസ് പ്രകാരം തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. 6 പേര് അവതരിപ്പിച്ചു. വേറെ പ്ലക്കാർഡോ അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ട, ഒരു ഡോള് പോലും യൂസ് ചെയ്തിട്ട, എല്ലാ റൂൾസ് പ്രകാരം നമ്മൾ പ്രധാനമായും പ്രമേയം ഈ കുട്ടികൾ, അതായത് പലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം, അതല്ലേ? അതെ അതെ, കുട്ടികളെ പലസ്തീനിൽ നിന്നല്ല, എവിടെയായാലും കുട്ടികളും എല്ലാവരും അനുഭവിക്കുന്ന ദുരിതം നമ്മളൊരു സ്ക്രീനിൽ കാണിച്ചു, അത്രേ ഉള്ളൂ. അത് മിഞ്ഞാന്ന് ഭയങ്കര പ്രശ്നമായി. പക്ഷെ ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്.
അതാണ് കുട്ടികൾ പറയുന്നത്. അവർ വലിയ സന്തോഷത്തിലാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇവർക്ക് ഇത്തരത്തിലൊരു അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതോടൊപ്പം PTA കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു അധ്യാപകരുടെ സ്കൂളിലെ അധ്യാപകരുടെ പിന്തുണയും ഇവർക്ക് ഇതിൽ വലിയ പ്രചോദനമായി. എന്തായാലും ഈ പരിപാടി ഇതേ വേദിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി. ഇതിനിടയിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പലസ്തീൻ വിഷയം സ്കൂളുകളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയമായി കൊണ്ടുവരുന്നതിനെതിരെയാണ് അവർ വന്നത്. ഇതിൽ PTA കമ്മിറ്റിക്ക് ഉൾപ്പെടെ കേസെടുക്കണമെന്ന ഒരു ആവശ്യമാണ് ഈ BJP ഉന്നയിച്ചത്. അത്തരത്തിൽ സ്കൂളിന് പുറത്ത് ഈ മൈം ഷോ അവതരിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിന്നും നമ്മൾ ഇവിടെ നിന്നും കണ്ടത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ കുമ്പള ജനകീയ വേദി എന്ന ഒരു കൂട്ടായ്മ കുട്ടികൾക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അവർ കുട്ടികൾക്ക് ഇവിടെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി വരും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും ഒരു പക്ഷേ പലസ്തീൻ വിഷയം ഉയർന്നു വന്നേക്കാം. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ ഒരു വിഷയം കുമ്പളയിൽ നിന്നും തിരികൊളുത്തിയ ഈ വിഷയം അതിനി വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിച്ചേക്കാം. എന്തായാലും ഈ ഒരു വിഷയം ഇതിവിടെ തീരുന്നില്ല. ഇതൊരു ചർച്ചാ വിഷയമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സന്തോഷവാന്മാരാണ്. അവർക്ക് മന്ത്രിയുടെ ഉൾപ്പെടെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ പിന്തുണ കിട്ടി. അതോടൊപ്പം വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് ഇതിൽ കാണികളായി എത്തിയ ഇവിടുത്തെ കുട്ടികളും വലിയ സന്തോഷത്തിലാണ് ഇവരെ വരവേറ്റത്. അത്തരം ഒരു കാഴ്ചയാണ് നമുക്ക് കുമ്പളയിൽ നിന്നും കാണാൻ സാധിച്ചത്. കുമ്പളയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ഇടവേള. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി. H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. വിപുലമായി അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോടതി തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരൊരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതി പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പൊ ആരൊക്കെയാണ്? അപ്പൊ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കത്ത് എടുക്കാൻ കഴിയുമെന്നതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരീക്ഷണത്തിന്റെ ഉപരിയിലുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ. വിവാദത്തിൽ കൃത്യമായ അന്വേഷണം നടക്കും. അന്വേഷണ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും പത്മകുമാർ പറഞ്ഞു. ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്ന് സ്തംഭിച്ചു. റൂൾ 50 നോട്ടീസ് നൽകാതെ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. വസ്തുതകൾ പുറത്തു വരുന്നതിലല്ല, പുകമറ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് നോട്ടീസ് നൽകാത്തതെന്നും സർക്കാർ വിമർശിച്ചു. സ്വർണ്ണപ്പാളി വിവാദം റൂൾ 50 നോട്ടീസായി നൽകാൻ ആലോചിച്ചിരുന്ന പ്രതിപക്ഷം പെട്ടെന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. രാവിലെ ചേർന്ന UDF നിയമസഭാ കക്ഷി യോഗമാണ് ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ നിലപാട് വ്യക്തമാക്കി. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം.
പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതോടെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമായി. അംഗങ്ങൾ നടുത്തളത്തിലേക്ക്. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഈ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. സ്പീക്കറുടെ മുഖം മറച്ചും ഡയസിന് മുന്നിലും വരെ പ്രതിഷേധമായി. നടുത്തളത്തിന് അടുത്തുവരെ എത്തി മുദ്രാവാക്യം വിളിച്ച് ഭരണപക്ഷ MLA-മാരും. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം പ്ലീസ്. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവച്ചു. 10 മണിയോടെ വീണ്ടും സഭ ചേരുമ്പോഴും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായില്ല. എന്തിന് പ്രതിപക്ഷം ചർച്ചയെ ഭയക്കുന്നുവെന്ന ഭരണപക്ഷത്തിന്റെ പരിഹാസം കലർന്ന ചോദ്യം. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ടിപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ബഹളത്തിനൊടുവിൽ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേവസ്വം മന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും രാജി ഉൾപ്പെടെ 3 ആവശ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് മാർച്ച് ചെയ്തു. ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ചു മണ്ണ് വെക്കും. എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാൽ, നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാൽ, ഇതേ വിഷയം 19-ാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തരവേള തൊട്ട് ഞങ്ങൾ സ്തംഭിപ്പിച്ചത്. ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് അപൂർവമെന്ന് ഭരണപക്ഷം പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തടക്കം പലതവണ അന്നത്തെ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത് പ്രതിപക്ഷവും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ 39 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ വെച്ചത് മോഷ്ടിക്കാനെന്ന് രാഹുൽ ഈശ്വർ. വീഴ്ചയെന്ന് കരുതിയ സംഭവം സംഘടിത മോഷണമാണെന്ന് പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളും ഹൈക്കോടതിയുമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വിജയമല്യ നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? 24 ക്യാരറ്റ് എന്നാണ് അത് ചെയ്ത ആള് പറയുന്നത്. 24 ക്യാരറ്റ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന് പറയും. 24 ക്യാരറ്റ് തനി തങ്കത്തിൽ, തനി സ്വർണത്തിൽ പൊതിഞ്ഞ ആ പാളികൾ എവിടെ? അത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്കത് പറയുന്നതിന് വിഷമമുണ്ട്. യാതൊരു സംശയത്തിനും ഇടം നൽകുന്നില്ല. എന്തുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാര്യം ചെമ്പ് പാളികൾ എന്ന വ്യാജരേഖ നിർമ്മിച്ചു. ചെമ്പ് പാളികൾ എന്ന വ്യാജരേഖ നിർമ്മിച്ചു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്ന് ഒത്തുകളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കരുവാക്കി ദേവസ്വം ബോർഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിന് ഒരു കാരണവശാലും നമ്മൾ ഇടം കൊടുക്കരുത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. കോഴിക്കോട് പയ്യാനിക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പീഡനം. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബസ്വത്തിന്റെ ഓഹരി അമ്മ യുവാവിൽ നിന്നും സ്വന്തം പേരിലേക്കാക്കി. വീട്ടിൽ നിന്ന് മോഷണം നടത്തിയെന്ന് ആരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. 2019 ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയും കോഴിക്കോട് പയ്യാനിക്കൽ സ്വദേശിയും ആയ യുവാവും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. പിന്നീട് 2021 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തുന്നത്. ആ സമയം മുതൽ കടുത്ത പീഡനങ്ങൾക്ക് താൻ വിധേയയാകുന്നു എന്നാണ് യുവതി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മതം മാറണമെന്നാണ്. ഹിന്ദു മതവിശ്വാസിയായ യുവതി മുസ്ലിം ആയി മാറണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരമൊരു മതമാറ്റത്തിന് താൻ ആവില്ല എന്ന് അറിയിച്ചുകൂടി മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നോട് ഉമ്മ പറയുന്നത് ഹസ്ബൻഡിന് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറയുന്നത് നീ വേറൊരു കല്യാണം കഴിക്കുക, നമ്മളെ മുഖത്തുനിന്ന് വേറൊരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണവും പൈസ എടുത്ത് എനിക്ക് തരണം, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇതാണ് ഉമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും വക്കീലാണ് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്.
ഉമ്മയുടെ ആവശ്യം ഇനിയും സ്ത്രീധനം വേണം. ഉമ്മയ്ക്ക് മാത്രമല്ല, അനിയത്തിയുണ്ട് ഫിദ എന്ന് പറയും, അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീബ്. ഇവർക്ക് ആ വീട്ടിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറിക്കൊടുക്കണം. വീട്ടിലെത്തിയ ശേഷം കടുത്ത പീഡനങ്ങൾക്കാണ് തന്നെ കുടുംബം വിധേയമാക്കിയതെന്നും യുവതി പറയുന്നു. 1 വയസ്സുള്ള കുട്ടിക്ക് കളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ വീടിന്റെ സുരക്ഷയ്ക്കായി CCTV ദൃശ്യങ്ങൾ വെച്ചപ്പോഴും ഈ ദൃശ്യങ്ങൾ പലപ്പോഴും തന്റെ കിടപ്പുമുറി അടക്കമുള്ളിടത്തേക്കാണ് തിരിച്ചുവെച്ചത്. താൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അത് മറ്റിടത്തേക്ക് മാറ്റിയത്. വീട്ടിനുള്ളിൽ പോലീസിന്റെ തങ്ങൾക്ക് വീട്ടിൽ കഴിയാമെന്ന കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം കുടുംബം ഒരുക്കുന്നില്ല. വൈദ്യുതിയും വെള്ളവും ഒക്കെ വിച്ഛേദിച്ച് തങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് ഒരു മുറി ആവശ്യമുണ്ടായപ്പോൾ ആ മുറിയിലേക്ക് കയറിയതിന് മോഷണ കുറ്റം അടക്കം ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസ് നൽകിയെന്നും യുവതി പറയുന്നു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറ്റത്തില്ല. അതെന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം ഈ പുള്ളി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്തും എന്റെ മതം വിട്ട് വരത്തില്ല. പുള്ളിയും അതെന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വട്ടം പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആ മതം വിശ്വസിക്കുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, ഈ മതം മാറണം. മതം മാറുകയാണെങ്കിൽ പ്രശ്നമില്ല, മതം മാറിയില്ലെങ്കിലാണ് പ്രശ്നം. കടുത്ത പീഡനങ്ങൾ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ് യുവാവും പറയുന്നത്. കുടുംബത്തിന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്ന് ഈ ഭാര്യയുമായി താൻ വഴക്ക് അടിക്കുന്ന ഒരു കാര്യം വരെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് എഴുതി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വത്തിൽ ഒരു ഭാഗം തന്റെ കുട്ടിക്ക് എഴുതി നൽകുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അതിന്റെ അവകാശം നൽകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ആ ഒരു അവകാശത്തിന്റെ പേരിൽ വീട്ടിലെത്തിയപ്പോഴും നിരന്തരമായ പീഡനങ്ങളാണ് കുടുംബത്തിന്റെ പേരിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഈ കുടുംബം പറയുന്നു. യുവാവ് പറയുന്നത് കടുത്ത പീഡനങ്ങൾ തന്നെ തന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ്. ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ബ്ലാങ്ക് പേപ്പറിൽ പോലും അന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ച് തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്നെ ആ വീട്ടിലേക്ക് യാതൊരു വിധത്തിൽ ഒരു ദിവസം ഞാൻ തീരെ വയ്യാതെ പനിച്ച് വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ എന്നെ വൈഫ് കൊണ്ടുപോയിട്ട് കാണിച്ചു. അന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ആ റിസൾട്ട് കിട്ടാൻ ഒരു അരമണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പിന്നെയും തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആ വീട്ടിൽ കിടന്ന സമയം, ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഉമ്മേനെ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി വിട്ടു. പന്നിയങ്കര പോലീസാണ് ഈ ഭർത്തൃമാതാവിന്റെയും സഹോദരന്റെയും ഒക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കും യുവാവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. വീട്ടിലെ മുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറി എന്ന കുറ്റവും ഒപ്പം ഈ സഹോദരന്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും മറ്റുമൊക്കെ മോഷ്ടിച്ചു എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കോഴിക്കോട് ബീച്ചിലാണ് പകലും വൈകുന്നേരങ്ങളുമൊക്കെ അവർ സമയം ചെലവഴിക്കുന്നത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാണ് വസ്ത്രം മാറുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. ലോഡ്ജിലും ബീച്ചിലുമായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടുംബം അഭയം പ്രാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഉചിതമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ യുവാവും യുവതിയും ഉള്ളത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ബലിയാടുകളെ കണ്ടെത്തുന്നു എന്ന വിമർശനവുമായി KGMOA രംഗത്ത് വന്നു. ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നൽകിയാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂനിയർ റെസിഡൻസ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ച വന്നുവെന്നാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൻ്റെ കാരണമായി ഇതിൽ വിശദീകരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് സംഭവം നടന്നത്. കുട്ടി വീണ്, ഈ 9 വയസ്സുകാരി വീണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈ ഒടിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. 25-ാം തീയതിയും ഈ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് 30-ാം തീയതി കുട്ടിയെ കൊണ്ടുവന്നപ്പോഴേക്കും കുട്ടിയുടെ കൈയിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. മുറിവുണ്ടായിരുന്നു. ആ മുറിവ് നോക്കാതെ പ്ലാസ്റ്റർ ഇട്ടത് കയ്യിലെ മുറിവിൻ്റെ പഴുപ്പ് ഗുരുതരമാക്കുകയും കയ്യിൽ വലിയ തോതിൽ തന്നെ രക്തയോട്ടം നിലയ്ക്കുന്ന സാഹചര്യവും അത്തരത്തിൽ അവസ്ഥ മോശമാകുന്ന അവസ്ഥ വന്നു. തുടർന്ന്
കുട്ടിയെ പാലക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് ഒരു വിലയിരുത്തൽ. അതായത് ഈ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ട് എന്നത് നോക്കാതെ പ്ലാസ്റ്റർ ചെയ്തതാണ് ഇതിനൊരു കാരണമായത് എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. എന്നാൽ ഇത് സംബന്ധിച്ച് ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് KGMOയുടെ ഒരു വിശദീകരണമായിട്ട് അവർ പറഞ്ഞിരുന്നത്. ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ആ ഒരു പ്രശ്നം കണ്ടപ്പോൾ തന്നെ കോഴിക്കോടേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി റെഫർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവ് എന്ന കാര്യം ഉണ്ടായിട്ടില്ല എന്ന് KGMOയെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചതിനെതിരെയും KGMOയെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അന്യായമാണ് ഈ ഒരു സസ്പെൻഷൻ നടപടി എന്നാണ് KGMOയുടെ വാദം. അത് പിൻവലിക്കണമെന്നൊരാവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ചികിത്സാ പിഴവായിട്ട് ഇതിനെ കാണരുത്, ഇത് അപൂർവമായിട്ടുള്ളൊരു സങ്കീർണതയാണ്. അതിന് ചികിത്സാ പിഴവായി വ്യാഖ്യാനിച്ച് ഡോക്ടർമാരെ ബലിയാടാക്കാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കാനാകില്ലെന്നും KGMOയെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു കുട്ടിയുടെ കുടുംബം ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതറ്റം വരെയും നീതിക്ക് വേണ്ടി പോകുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്നതറിയാൻ ഇനിയും ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. ഡോക്ടർമാർ പറയുന്നത് അവരുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ കുടുംബം പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ നൽകിയ ചികിത്സ അതിൽ വന്ന പിഴവാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിൽ എത്തിയത് എന്നുള്ളതാണ്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധമാണ് സംഭവത്തിൽ ഇപ്പോൾ പാലക്കാടും അതുപോലെ കേരളത്തിലും ഈ വിഷയത്തിൽ ഉയരുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ഡോക്ടർമാരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത. വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നതാണ് സസ്പെൻഷൻ. നിലവിലെ നടപടിയിൽ തൃപ്തിയില്ല. കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ സഹായം ഉറപ്പാക്കണമെന്നും പ്രസീത പറഞ്ഞു. സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അവർക്ക് പിന്നെയും തിരിച്ച് കയറാനുള്ളതുണ്ടല്ലോ. പക്ഷെ സസ്പെൻഡ് ചെയ്യണ്ട, അവരുടെ ജോലി പിരിച്ചു വിടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എൻ്റെ മോൾക്ക് സംഭവിച്ചത് ഇനി വേറെ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അവിടുത്തെ സൂപ്രണ്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഞങ്ങളോട് വരാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐയും KSRTC എംപ്ലോയീസ് അസോസിയേഷനും പാലക്കാട് ഡിപ്പോ മാനേജറെ ഉപരോധിച്ചു. ഇന്നലെ രാത്രിയാണ് മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിക്കാതെ KSRTCയുടെ പുതിയ പാലക്കാട് ബംഗളൂരു AC സർവീസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. അതേസമയം പാർട്ടി പ്രവർത്തകരെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പാലക്കാട് കോൺഗ്രസിലും ഭിന്നതയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:30-ക്കാണ് പാലക്കാട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള പുതിയ AC ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. രാഹുൽ ഈ വിവാദങ്ങൾക്കിടെ പങ്കെടുക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പരിപാടി കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ആരും തന്നെ അറിഞ്ഞില്ല. മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ വാർത്തകൾ വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഫ്ളാഗ് ഓഫ് നടത്തിയ കാര്യം തന്നെ പുറത്തറിയുന്നത്. നേരത്തെ തന്നെ രാഹുലിനെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് BJPയും DYFIയും പ്രഖ്യാപിച്ചിരുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും ഇരു വിഭാഗങ്ങളും പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി ഈ രാഹുൽ ഈ നിശബ്ദമായി വന്ന് ഈ ഒരു ഫ്ളാഗ് ഓഫിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധം ഇന്ന് ഇതിനെതിരെ ഉയർന്നു. രഹസ്യമായിട്ടാണ് KSRTC പരിപാടി നടത്തിയതെന്ന് ആരോപിച്ചായിരുന്നു DYFIയുടെയും KSRTEയുടെയും എംപ്ലോയി അസോസിയേഷനായ KSRTEയുടെയും പ്രതിഷേധം ഉണ്ടായിരുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് KSRTC പറയുന്നത് ഇപ്രകാരമാണ്. ഇതൊരു പകരം ഒരു ബസ് വിട്ടതാണ്, പുതിയ സർവീസ് അല്ല, റീപ്ലേസ്മെൻ്റ് ആയിരുന്നു ബസ്സിൻ്റെ. അത് MLAയെ അറിയിച്ചു, MLA വരുന്നു എന്ന് ഇങ്ങോട്ട് പറയുകയായിരുന്നു. തുടർന്നാണ് ഫ്ളാഗ് ഓഫ് വെച്ചത്. അതുകൊണ്ടാണ് മറ്റാരെയും അറിയിക്കാതിരുന്നത്. അതൊരു സാധാരണ ചടങ്ങ് മാത്രമായിരുന്നു എന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. എന്നാൽ വലിയ പ്രതിഷേധമാണ് DYFI ഇതിനെതിരെ നടത്തിയത്. DTയുടെ സീറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിച്ചാൽ സീറ്റിലുണ്ടാകില്ലെന്നായിരുന്നു DYFIയുടെ ഭീഷണി. ഈ സംഘടന നേതാക്കളെ അറിയിക്കാത്തത് പ്രത്യേക ചടങ്ങില്ലാത്തത് കൊണ്ടായിരുന്നുള്ള KSRTCയുടെ വിശദീകരണവും എംപ്ലോയീസ് അസോസിയേഷനും തള്ളിയിട്ടുണ്ട്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം ഇന്ന് ഇതിനെതിരെ പാലക്കാട് നടന്നു. ജോഷി ജോൺ പറയുന്ന സാറും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച പാലക്കാടിലെ ഡിപ്പോ എഞ്ചിനീയർ K സുനിൽ എന്ന് പറയുന്ന ഓഫീസറും രണ്ടുപേരും കൂടി ചേർന്ന് വളരെ രഹസ്യമായി MLA പോയി കാണുകയും 8:45 വരെ DE ആണ് ആ ബസ്സിന്റെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും 9 മണിക്ക് ബസ് എടുക്കേണ്ട സമയത്ത് കൃത്യം 9:05 പാലക്കാട്ടിലെ MLA സ്ഥലത്തെത്തുകയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ബസ്സിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ രഹസ്യമായി KSRTCക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് KSRTCയിലെ മാനേജ്മെന്റ് പ്രവർത്തിച്ചത്. അതിനെതിരെ
ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിന്നിവിടെ രേഖപ്പെടുത്തിയത് ഡിപ്പോ ഓഫീസിന് മുമ്പിലും DTOക്ക് മുമ്പിലും. അതേസമയം സംഭവത്തിന് കോൺഗ്രസിനുള്ളിലും ആഭ്യന്തരമായിട്ട് ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുകയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു പാലക്കാട് നഗരസഭാ കൗൺസിലറായ മൻസൂർ മണലാഞ്ചേരി പ്രതിഷേധം അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഫ്ലാഗ് ഓഫിൽ പങ്കെടുക്കുന്നത് അവരെ അറിയിച്ചില്ല എന്നായിരുന്നു മൻസൂറിൻ്റെ പ്രതിഷേധം. പുത്തൂരിൽ നിന്നുള്ള ആളുകൾ വരെ പരിപാടിയിലെത്തി. എന്നാൽ പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് രഹസ്യ പരിപാടി ആയതുകൊണ്ട് ചോർത്തുമെന്നതുകൊണ്ടാണോ ഇങ്ങനെയൊരു നടപടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം. ഇത് MLA ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമില്ല, ആരും സ്വകാര്യ സ്വത്തൊന്നുമില്ല. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും എന്ത് അവകാശം കോൺഗ്രസിലുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. ആരും സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ട് നടക്കുന്ന സംഭവമല്ല. നമ്മൾ എന്താ പ്രതികരിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നല്ലൊരു വിവാദം വേണ്ട പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർ വിളിച്ചിട്ട് പുത്തൂർ കിടക്കുന്ന ആൾക്ക് ഇവിടെ പുതുപ്പള്ളി തെരുവിൽ വന്ന് പരിപാടിക്ക് പങ്കെടുക്കുക പറഞ്ഞാൽ പുതുപ്പള്ളി തെരുവുകാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട് ഈ മൂക്കിൽ താഴെയുള്ള ആളുകൾക്ക്? അപ്പൊ അതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇന്നിപ്പോ എന്തായാലും ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടല്ലോ, 6 മണിക്ക് ഇന്ന് ബ്ലോക്ക് കമ്മിറ്റി കിടക്കണ്ടല്ലോ. ഇതിനൊക്കെ ചോദ്യം നടന്നിട്ട് നടക്കുള്ളൂ. ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കും, മറുപടി തരാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് അവിടെ വന്ന് പറയും. ഇന്ന് അവിടെ ചോദ്യം ഉണ്ടാവുമല്ലോ. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പരിപാടി തടയാൻ DYFIക്കും BJPക്കും കഴിഞ്ഞില്ലെങ്കിലും വലിയ പ്രതിഷേധം അതേ തുടർന്ന് പാലക്കാട് നടക്കുന്നു. കോൺഗ്രസിനുള്ളിലും ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പാലക്കാട് വന്ന് സ്വകാര്യ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ സ്വീകരിച്ച നിലപാട് സ്വകാര്യ ചടങ്ങുകളിൽ രാഹുലിനെ തടയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് രാഹുൽ ആദ്യത്തെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. രാഹുലിനെ പതിയെ മണ്ഡലത്തിൽ സജീവമാക്കുകയാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നത്. ഇനി എങ്ങനെയായിരിക്കും തുടർ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങൾ? രാഹുൽ വീണ്ടും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുമോ? അത് എങ്ങനെയായിരിക്കും പ്രതിഷേധക്കാർ നേരിടുക എന്നുള്ളതൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. റാപ്പർ വേടനെതിരായ ഗൂഢാലോചന പരാതിയിൽ സഹോദരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് വേടന്റെ സഹോദരങ്ങളുടെ മൊഴിയെടുത്തത്. പീഡന പരാതിയിലടക്കം ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേടന്റെ കുടുംബം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് S. നായർ. നെട്ടൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ശരത് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി. ബമ്പർ സമ്മാനം ലഭിച്ച തുക എന്ത് ചെയ്യണമെന്ന് കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ശരത് S. നായർ പറഞ്ഞു. ലോട്ടറി അടിച്ചു എന്ന് ഉറപ്പായിട്ടും അത് പുറത്തു പറഞ്ഞിരുന്നില്ലെന്നും ഒന്നിലും അമിതാഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആളല്ല താനെന്നും ശരത് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മളെല്ലാം കൺഫർമേഷനായിട്ട് നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തീർത്ത് പറയാൻ പറ്റും. ലോട്ടറി എടുക്കുന്ന ആളാണോ? അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല സാറേ. എടുക്കാറില്ല. ആദ്യമായിട്ട് എടുക്കാം? ആദ്യമായിട്ട് എടുത്ത ബമ്പർ. ഇത് ഇത്രയും ദിവസം ഈ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലത് കറക്റ്റ് കൺഫർമേഷൻ ആവാണ്ട് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെല്ലാം ഉള്ളതാണല്ലോ ഇതിനകത്ത്. അപ്പൊ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭാഗ്യവാൻ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നു, നെട്ടൂരുള്ള ഒരു പറയുന്നു. അപ്പൊ ഈ ശരത്തിന്റെ ഉള്ളിലുള്ള ഭാവം എന്തായിരുന്നു? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കൺഫേം ചെയ്ത് ജസ്റ്റ് നോക്കി എന്നേ ഉള്ളൂ. ഇല്ല, ഞാൻ ജസ്റ്റ് അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് കൺഫർമേഷൻ. പിന്നെ വീണ്ടും ഇതിന്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു. പിന്നെ എന്റെ ബ്രദറിനോടാ പറഞ്ഞത്. എല്ലാവർക്കും വളരെ സന്തോഷം. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ. അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിന് ശേഷം നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു സാർ. വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്.
വൈഫിന്റെ ജോലിയുള്ളതാണ്. വൈഫ് ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല. ഈ അവിടുന്ന് ഏജന്റ് ശരത്തിനെ തിരിച്ചറിഞ്ഞായിരുന്നോ? ഏജന്റിനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി. അതെ അതെ, ഞാൻ ഒരു 12 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ടിക്കറ്റ് എടുത്തു. ഓഫീസിൽ ആരോട് പറയാതെ മുങ്ങി? ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു. രാവിലെ പോയി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അവിടുന്ന് പറഞ്ഞു. ഇല്ല, ഓഫീസിൽ നമുക്ക് ഒന്നും ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത കാര്യം ബ്രദറിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് വളരെ സന്തോഷം തോന്നുന്നു സാറേ, വളരെ സന്തോഷം. പ്ലാന് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് ആലോചിച്ച് ചെയ്യാം എന്നുള്ള രീതിക്ക്. അല്ല, നമ്മളെല്ലാ കാര്യങ്ങളും ഒരു കൺഫർമേഷൻ കറക്റ്റ് ആക്കണമെന്ന് ഒരു ഉദ്ദേശത്തിലാണല്ലോ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഒന്നും പ്രീ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അല്ല, ഞാൻ ചെറിയ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ട്, ചെറിയ ഭാഗ്യക്കുറിയുടെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ബമ്പർ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നത്. ബാങ്കുകാർക്ക് വളരെ സന്തോഷം, എല്ലാവരും ഹാപ്പി ആയിട്ട്. നേരത്തെ അക്കൗണ്ട് ഉള്ളതാണ്, SBI അക്കൗണ്ട് ഉള്ളതാണ്. ഇല്ല, ഞാനിപ്പോ ഫസ്റ്റ് വരുമ്പോഴാണ് സുനിൽ സാറൊക്കെ അറിയണത്. എല്ലാവരും വന്നപ്പോഴും. അതെ അതെ, സാറിന് വളരെ സന്തോഷം, ഹാപ്പിയായി. വൈഫും കുട്ടിയൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ജോലി ചെയ്യുന്നില്ല. ഞാൻ 12 വർഷമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ BCom ആണ്. അവിടെ ജോലി ചെയ്തു. അതെ. അവിടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഷോപ്പ് ഉള്ളത്. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചു, ജസ്റ്റ് ക്യാഷ്വലായിട്ട് മേടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡ്രീം എല്ലാം നമ്മളിതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. വീട് ഓൾറെഡി നമ്മുടെ ഉണ്ട്, നമുക്ക് വീടുണ്ട്. അതിന്റെ കുറച്ച് കടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് തീരുമാനിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ള രീതിയിലാണ്. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണേ, സുഹൃത്തുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണേ. അതെ, എല്ലാവരോടും ഇപ്പോഴാണ്. അതെ അതെ, സഹോദരനോട് പറയാണ്ട് വീട്ടിലെല്ലാവരോടും നമ്മൾ ഡിസ്കസ് ചെയ്യണം. എൻ്റെ അനിയനാണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. മേരി ഇ ബ്രോങ്കോഫ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സഗാകുച്ചി എന്നിവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന രോഗപ്രതിരോധ സംവിധാനത്തിലെ സുരക്ഷാ സംവിധാനങ്ങളായ റെഗുലേറ്ററി T കോശങ്ങളെ തിരിച്ചറിഞ്ഞതിനാണ് പുരസ്കാരം. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ.